അങ്ങനെ ഓട്ടോറിക്ഷ ടെസ്റ്റിന് വേണ്ടി കയറ്റിയ മറ്റേ റാമ്പേ കയറ്റി പൊക്കി നിർത്തിയേക്കുന്നതാണ്. ഇതിപ്പോൾ അണ്ടർ കോട്ട് ചെയ്ത് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫുള്ളി വാട്ടർ സർവീസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ വാട്ടർ സർവീസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. 2 ഭായിമാരാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ബ്ലാക്ക് സൂപ്പർ ബ്ലാക്ക് എന്ന് പറഞ്ഞ പെയിൻ്റാണ് മേടിക്കുന്നത്. അപ്പോൾ അത് അണ്ടർ കോട്ട് ചെയ്ത് തരും. മൊത്തത്തിലൊരു 950 രൂപയാണ് പറഞ്ഞത്. വാട്ടർ സർവീസ് ചെയ്ത് അണ്ടർ കോട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അണ്ടർ കോട്ട് വാട്ടർ സർവീസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നല്ല സോപ്പൊക്കെ ഇട്ട് കോമ്പൗണ്ട് ഇട്ട് നല്ല കഴുകി സൂപ്പറായിട്ടാണ് വരുന്നത്. ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് പിറ്റേ ദിവസം രാവിലെ പെയിൻ്റൊക്കെ അടിച്ച് വെയിലത്തിട്ടേക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. അടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തു തരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ കുരിക്കാട് റെയിൽവേ ഗേറ്റിന് അടുത്തൊരു വാട്ടർ സർവീസ് ഉണ്ട്. അവിടെയാണ് ചെയ്തു തരുന്നത്. 2 ഭായിമാരാണ് അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇതിപ്പം അണ്ടർ കോട്ട് ചെയ്തേക്കുന്ന ദൃശ്യമാണ് കണ്ടോ. വെയിലിൻ്റെ അവിടെ സ്പ്രിങ്ങിൻ്റെ അവിടെ ഇപ്പോൾ ഇത് അടിയിലത്തെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. കണ്ട അടിയൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ഒരു തുരുമ്പ് പോലും ഇല്ലാതെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ തൃപ്തിയാവും. എന്നാൽ ആ രീതിയിൽ കണ്ടോ എല്ലാം മുക്കിലും മൂലയിലും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അപ്പോഴ്സറി വർക്ക് ഇതുണ്ടോ തുണി കോണാലോ എല്ലാം അഴിച്ചു വാരി ഇട്ടേക്കുന്നത് മാതിരി എല്ലാം അഴിച്ചു വരച്ചിട്ടേക്കാണ്. ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. പെയിൻ്റ് അടിച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇത് അപ്പോഴ്സറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. ഇതേ ഉണ്ട്. അത് ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട പാച്ച് വർക്ക് ചെയ്തതിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കണം. ഇതിപ്പോൾ അപ്പോഴ്സറിയുടെ അടുത്ത് ചെന്നപ്പോൾ അത് ഔട്ടർ ഫുള്ള് മാറുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. കണ്ട അതിൻ്റെ ബീഡിങ് എല്ലാം സ്ക്രൂ ഒക്കെ ഓരോന്നോരോന്നെല്ലാം അഴിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിപ്പോൾ ചെയ്ത് പള്ളിപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ചോരുന്നുണ്ട്. ഇതിപ്പോൾ ചോരുന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലൊരു പ്ലാസ്റ്റിക് ഇടണമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇട്ടിട്ടില്ലായിരുന്നു. ഇത് പൊളിക്കുമ്പോൾ കാണാം പ്ലാസ്റ്റിക് ഇല്ല, വെറുതെ സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ഫുള്ള് ഔട്ടർ മാത്രം ചെയ്തതിന് 3500 രൂപ ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് അത് മൊത്തം വലിച്ചു പൊളിച്ചെടുക്കാം. പിന്നെ ഇനി അത് റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് 6 വർഷത്തോളം ആ വെയിലും മഴയെല്ലാം കൊണ്ട് അതാകെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതിന് പുതിയതായിട്ട് അടിച്ചാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ അത് ഫുള്ള് പൊളിച്ചെടുക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ട. ഇവിടെ ഒന്നുമില്ല, വെറുതെ സ്പോഞ്ച് മാത്രമേ ഉള്ളൂ. ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നനയുമായിരുന്നു. അപ്പോൾ അത് മൊത്തം അഴിച്ച് മാറ്റുന്നതാണ്. പുതിയ നമ്മുടെ ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ഈ കൂട്ടത്തിൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ട് അത് മൊത്തത്തിൽ ഇവിടെയൊക്കെ തുരുമ്പത്തെ വിട്ടുപോയായിരുന്നു. പൊടിഞ്ഞു പോകുമായിരുന്നു. അതൊക്കെ വെൽഡ് ചെയ്ത് സെറ്റാക്കി ഇതെല്ലാം അഴിച്ച് ഇപ്പോൾ അതേ പെയിൻ്റൊക്കെ ചെയ്ത് സുട്ടപ്പനാക്കി ഫുള്ള് പെയിൻ്റ് അടിച്ചു. ഇനിയിപ്പോൾ പുതിയ റെക്സും കയറ്റാനുള്ള സ്പോഞ്ച് ഇട്ടേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇതുകൊണ്ടോ മൊത്തത്തിൽ കൂടൊക്കെ ഇട്ട് സ്പോഞ്ചൊക്കെ ചെയ്ത് നമ്മൾ ഈ സാധനത്തിന് ഉള്ള സാധനമല്ല നമ്മൾ പുറത്തുനിന്ന് വേറെ മേടിച്ചു കൊടുത്തു. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇപ്പോൾ പുള്ളിയുടെ പണിക്കൂലിയാണ് 3500 രൂപ. ഈ മേടിച്ച സാധനം എല്ലാം കൂടെ 4800 രൂപ. എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുക ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അപ്പോഴ്സറി വർക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിന് നമ്പർ എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ അടുത്ത് അപ്പോൾ ഇത് വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോരോ ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് കർട്ടൻ അടിക്കണം, സൈഡ് കർട്ടൻ അടിക്കണം, 2 സൈഡ് കർട്ടൻ അടിക്കണം. വേണ്ട അവിടെ എന്തൊക്കെയോ ഒട്ടിക്കാൻ വേണ്ടി അവർ ഗമ്മ് തേക്കുന്നതാണ് കാണുന്നത്.
അത് ഈ ഹോൾ ഇട്ടേക്കുന്നത് അത് എയർ ഹോള് ആണ്, എയർ ഫിൽറ്റർ പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്പർ ഒട്ടിക്കാൻ വേണ്ടി എഴുതാൻ വേണ്ടി കിടക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ഇത് ചെയ്തത് ചോറ്റാനിക്കരയാണ്. 650 രൂപയാണ്. ഇതുകൊണ്ട് എന്താ സെറ്റപ്പ് അല്ലേ, വെറുതെ ഒട്ടിച്ച് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ് അക്ഷരങ്ങളുടെ രീതി. കണ്ട അടിപൊളിയാണ്. നമ്മൾ എഴുതുന്നേക്കാളും നല്ല സൂപ്പറാണ്. സ്റ്റിക്കർ വർക്കാണെന്നേ പറയുള്ളൂ, പക്ഷേ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. കണ്ട അടിപൊളിയല്ലേ, എന്താ അല്ലേ മനുഷ്യന്മാരുടെ തല. കണ്ട അടിപൊളിയായില്ലേ. ഇനി അതിനൊരു റെഡ് കളറിൽ ബോക്സ് ഒട്ടിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ സൈഡിലും ഒട്ടിക്കും കേട്ടോ. ഇത് റൗണ്ടിൽ ഒട്ടിക്കുന്നതാണ്. ആ 2 ബ്ലാക്ക് യെല്ലോയും വരുന്നതിൻ്റെ ഒരു ബീഡിങ് ഉണ്ടല്ലോ, അവിടെ റൗണ്ടിൽ ഒട്ടിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റിന് നടക്കുന്നതാണ്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് പാസ്സായി